ഞാൻ കുറേ നാളെ വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് ഇപ്പം ഞാനങ്ങനെ അധികം ട്രിപ്സ് ഒന്നും പുറത്തു പോകാറില്ല. അതുകൊണ്ടാണ് വീഡിയോസ് ഞാൻ ചെയ്യാറുണ്ട്. അപ്പം ഞാൻ വീട്ടിൽ വർക്ക് സ്പേസിൽ തന്നെ കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടൊരു വീഡിയോ ചെയ്യാറുണ്ട്. അപ്പോൾ ബേസിക്കലി ഞാൻ ഡെന്റിസ്റ്റ് ആയിക്കോട്ടെ, നമുക്ക് പല്ല് വറക്കുന്നതിനെ കുറിച്ച് സംസാരിക്കാം. പല്ല് വറക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റിന്റെ പേരാണ് ഫോർസെപ്സ്. ഇതാണ് പല്ല് വറക്കാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്. ഓക്കെ, ഇനി ഈ ഫോർസെപ്സ് ഏതൊക്കെ പല്ലിനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് ഡെന്റിസ്റ്റ് പഠിച്ചു തുടങ്ങുന്ന എല്ലാ കുട്ടികൾക്കും ഭയങ്കര സംശയമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഓരോ ഫോർസെപ്സും ഏതൊക്കെ പല്ല് വറക്കാനാണ് ഉപയോഗിക്കുന്നത് എന്ന് ഡീറ്റെയിൽ ആയിട്ട് ചെറുതായിട്ട് സിമ്പിളായിട്ട് ഈസി ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമ്മൾ മാക്സിലറി ട്യൂബ്, അതായത് മുകളിലെ നിരയിലെ പല്ലുകൾ വറക്കാൻ ഉപയോഗിക്കുന്ന ഫോർസെപ്സ് ഇങ്ങനെ ആയിരിക്കും, സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കും. അതേസമയം താഴത്തെ പല്ലുകൾ വറക്കാൻ ഉപയോഗിക്കുന്ന, അതായത് മാക്സിലർ ട്യൂബ് വറക്കാൻ ഫോർസെപ്സ് ഒരു 90 ഡിഗ്രി ബെൻഡിലായിരിക്കും. ഓക്കെ, അങ്ങനെയാണ് മാക്സിലറി ട്യൂബും മുകളിലെ നിരയിലെ പല്ലുകളും മാൻഡിബുലർ ട്യൂബ് താഴത്തെ നിരയിലെ പല്ലുകളും വറക്കാൻ ഉപയോഗിക്കുന്ന ഫോർസെപ്സ് നമ്മൾ കണ്ടുപിടിക്കും. ഓക്കെ, ഇനി നമുക്ക് ഓരോ ട്യൂബും അനുസരിച്ച് നോക്കാം. ആദ്യം മാക്സിലറി ആന്റീരിയർസ്, ആദ്യത്തെ മുകളിലെ 4 പല്ലുകൾ വറക്കാൻ ഉപയോഗിക്കുന്ന ഫോർസെപ്സ് ആണ് മാക്സിലറി ആന്റീരിയർ ഫോർസെപ്സ്. ഈ ഫോർസെപ്സ് എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ബീക്ക് കണ്ടോ, ഈ ബീക്കിന്റെ ഇടയിൽ സ്പേസ് ഉണ്ടാവും കണ്ടോ. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത 2 പല്ലുകളാണ് പ്രീമോളാർസ്, അതായത് അറപ്പല്ലിന്റെ തൊട്ടുകൊണ്ടുള്ള പല്ല്. ഈ പല്ലുകൾ പറക്കാൻ ഉപയോഗിക്കുന്ന ഫോർസെപ്സ് കണ്ടുപിടിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഫോർസെപ്സിന്റെ ബീക്കിന്റെ ഇടയിൽ ഒരു ചെറിയ സ്പേസ് ഉണ്ടാവും, കാണുന്നുണ്ടോ സ്പേസ്. ഓക്കെ, ഈ ഭാഗത്തിന് അതായത് മുകളിലെ അറപ്പല്ലിന് 3 റൂട്ടുണ്ട്. ഫ്രണ്ടിൽ 2 റൂട്ടും ബാക്കിൽ 1 റൂട്ടും. ഇപ്പൊ ഫ്രണ്ടിലുള്ള പക്കയിലുള്ള 2 റൂട്ടിനെ നടുക്ക് എൻഗേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഷാർപ്പായിട്ടുള്ള ബീക്ക് ഉണ്ടാവും പക്കയിൽ വരുന്നത്. ബാക്കിലുള്ള ബീക്ക് ബ്ലണ്ട് ആയിരിക്കും. അങ്ങനെയാണ് നമ്മൾ മാക്സിലറി മോളാറിന്റെ ഫോർസെപ്സ് കണ്ടുപിടിക്കുന്നത്. ഇത് സിൻസ് ഇതിന് പക്കയിലുള്ള ബീക്കിന് ഷാർപ്പ് എഡ്ജ് ആയപ്പോൾ തന്നെ ഇതിന് ലെഫ്റ്റും ഉണ്ട് റൈറ്റും ഉണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മളുടെ മോളാറ് ദ്രവിച്ചു തുടങ്ങിയിട്ടുണ്ട്, നല്ല ഡീക്കേഡ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് മാക്സിലറി കൗ ഹോൺ. കണ്ടോ, ഇതിന്റെ ഇത് പറഞ്ഞ പോലെ തന്നെ പക്കലുള്ള ഷാർപ്പ് എഡ്ജ് ആയിരിക്കും. ബാക്കില് പാലറ്റലി ഉള്ള ഒരു റൂട്ട് എൻഗേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു യു ഷേപ്പ് ആയിട്ടുള്ള എഡ്ജ് ഉണ്ടാവും. ഓക്കെ, ഇതാണ് മാക്സിലറി തേർഡ് മോളർ ഫോർസെപ്സ്. ഇനി നമുക്ക് മാൻഡിബുലർ ടൂത്തിനെ കുറിച്ച് നോക്കാം. മാൻഡിബുലറിലുള്ള ആന്റീരിയർ 4 ടൂത്ത്സ്, ആദ്യത്തെ 4 പല്ലുകൾ പറക്കാൻ ഉപയോഗിക്കുന്ന ഫോർസെപ്സ് ആണ് ഇത്. ഈ ഫോർസെപ്സിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന്റെ ഇടയിൽ സ്പേസ് ഉണ്ടാകും. ഓക്കെ, അടുത്ത 2 പല്ല് പറക്കാൻ ഉപയോഗിക്കുന്ന പ്രീമോളാർ ഫോർസെപ്സ് എന്ന് പറയുന്നതിന്റെ എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ അതിന്റെ ഇടയിൽ സ്പേസ് ഉണ്ടാകും. ഇനി നമുക്ക് മാൻഡിബുലർ മോളാർസ് ആണ്. മാൻഡിബുലർ മോളാർസിനെ പാരറ്റിന്റെ ബീക്ക് പോലെ ഷാർപ്പായിട്ടുള്ള എഡ്ജ് ആയിരിക്കും 2 ബീക്സിനെ ഉണ്ടാവും, കാണുന്നുണ്ടോ. ഓക്കെ, ഇനി നമ്മളുടെ സ്റ്റെപ്സ് അല്ലെങ്കിൽ റൂട്ട് പൊട്ടിപ്പോയി ഉള്ളിൽ കിടക്കുകയാണെങ്കിൽ മാക്സിലറി ടൂത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് മൈനർ ഫോർസെപ്സ്. അപ്പൊ ഇതിന്റെ ലെങ്ത് കണ്ടോ, ബീക്കിന്റെ ലെങ്ത് കൂടുതലാണ്, നമുക്ക് ഉള്ളിലോട്ട് ഇട്ടിട്ട് വലിച്ചെടുക്കാവുന്നതാണ്. അടുത്തത് മാൻഡിബുലറിന്റെ കുറ്റിപ്പല്ല് അല്ലെങ്കിൽ റൂട്ട് പൊട്ടിയിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് കൗ ഹോൺ ഫോർസെപ്സ്. സോ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഏത് പല്ലിനെ ഏത് ഫോർസെപ്സ് ആണ് ഉപയോഗിക്കുന്നതെന്ന് പഠിക്കുന്നത്. അപ്പോൾ ഡെന്റിസ്റ്റ് പഠിച്ചു തുടങ്ങുന്ന കുട്ടികൾക്ക് ഒരു യൂസ്ഫുൾ വീഡിയോ വിചാരിക്കുന്നു. പിന്നെ ഇപ്പോഴേക്കും എന്തെങ്കിലും വീഡിയോ കാണാം. ബൈ ബൈ.